ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു മാക്ഡൊണാൾഡ്സിൽ വന്നിരിക്കുകയാണ്. മാക്ഡൊണാൾഡ്സിൻ്റെ ചിക്കൻ കഴിക്കാനായിട്ട് പെട്ടെന്നൊരു പേര്. ബേബീസിനാണെങ്കിൽ ഡോണറ്റ്സ് നഗറ്റ്സ് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ വന്നതാണ്. ഹായ്, ബ്ലൂ കളർ അന്നി അന്നി ഹന്നി ഹായ് പറഞ്ഞു അന്നി. കടിക്കല്ലേ കടിക്കല്ലേ കടിക്കല്ലേ, ബലൂൺ വാങ്ങിട്ട് പോ. ഇവിടെ നമ്മൾ പേട്ടയിലുള്ള മാക്ഡൊണാൾഡ്സ് ആണിത്. അപ്പോൾ ഇന്നിപ്പോൾ സാറ്റർഡേ കാരണം ബേബീസിന് പെട്ടെന്ന് സ്കൂളിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ മാമിന് ഓർമ്മ വന്നു. മൈ മീനു മാം എന്ന് പറഞ്ഞിട്ട് ജോർജി പറയുകയാണ്. അപ്പോൾ ഉടനെ ആൻ്റണി മൈ മീനു മാം. രണ്ടുപേരും സ്കൂൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. 1 month ആയല്ലോ ഇപ്പോൾ. Don't do that. മമ്മ എന്നാ പറഞ്ഞു? രണ്ടുപേരും വഴക്കിട്ടിരുന്നല്ലേ പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ ദിവസമാണ്. ഹലോ, കുട്ടികളുടെ ദിവസമാണ്. Happy Christmas.
ക്രിസ്മസിന് 8 ദിവസം, 8 days of Christmas. 8 ദിവസം നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കും. ജാനുവരി മുതൽ 1-ാം തീയതി വരെ നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കും. അപ്പോൾ ആ ക്രിസ്മസിനെ ഇന്ന് നമ്മൾ കുഞ്ഞു പൈതൃകങ്ങളുടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന മാതാപിതാക്കന്മാരെ മുന്നോട്ട് കയറി വരിക, അവർക്ക് നിൽക്കാനായിട്ട് സ്ഥലം കൊടുക്കുക. വളരെ കുറച്ച് നാളുകൾ ഈ സൈഡിൽ കൊണ്ടുപോകുന്ന കാര്യമാണ്. അവരുടെ കളിച്ചോടെ കുഴപ്പമില്ല. കുഞ്ഞുങ്ങളെ പക്ഷേ മാതാപിതാക്കളായി ശ്രദ്ധിക്കുക. നമ്മൾ അടിച്ചു കൊടുക്കുന്ന മാതൃകയാണ് അവർ ഏറ്റവും അന്വേഷിക്കുന്നത്. നമ്മൾ കൈപിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുക. വലിയ പൈതൃകങ്ങളുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ രക്തസാക്ഷികളായി എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് നവോദിച്ചു പോകുന്നത്? എത്ര വയസ്സിന് താഴെയായത്? എത്ര വയസ്സിന് താഴെയുള്ള നവോദിച്ചു പോകുന്നത്? മുതിർന്ന കുട്ടികളെ രണ്ടും താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ആലോചിച്ച് കൊടുക്കും. അവരെന്തെങ്കിലും പറഞ്ഞിട്ടാണോ കുഞ്ഞുങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ണീശോയ്ക്ക് വേണ്ടി രക്തസാക്ഷികളാണ്. ഉണ്ണീശോ ഈജിപ്തിലേക്ക് പോയി ആ കുഞ്ഞുങ്ങൾ എല്ലാവരും ഈജിപ്തിലേക്ക് നമുക്ക് മാറാനായിട്ട് പറഞ്ഞതാണ് അർത്ഥം. അധ്യക്ഷമാണ് ഉണ്ണീശോ കിടന്നത് അവിടെ ഉണ്ണീശോ തൊഴിലാണ്. വീണ്ടും ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അനുഭവിച്ചു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുക എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാപമാകും. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക.
കുഞ്ഞുമക്കളാണ്, അത് തിരുവാതിരസഖ്യാംഗങ്ങളാണ്. ആ തിരുവാതിരസഖ്യാംഗങ്ങൾ എല്ലാവരും വളരെ ഈശ്വരൻ അതുകൊണ്ടുള്ള കാര്യങ്ങൾ പാവപ്പെട്ട അധ്യാപകരുടെ അവരെ നന്ദിയോടുകൂടി നോക്കുന്നു. ഈ വിശുദ്ധ വസ്തുക്കൾ തിരുവനന്തപുരത്തിൻ്റെ ചിത്രവും വിശുദ്ധ ഒക്കെ കുഞ്ഞുങ്ങൾക്കായിട്ട് കൊടുക്കാനുള്ളതാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും മുതിർന്ന ചെക്ക് കുറച്ച് ചെയ്യേണ്ട വരാം കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് നിന്നു. ഹലോ, അപ്പോൾ കുഞ്ഞി പൈതങ്ങളുടെ ദിവസമായിട്ട് നമ്മളിന്ന് പോയി വന്ന് ഭയങ്കര ടയേർഡ്, ലേറ്റായി. മണി ഇപ്പോൾ 11:30 മണിയായി, ഉറങ്ങാൻ ടൈമായി. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഷൈജു തോപ്പിലച്ഛൻ പ്രത്യേകമായിട്ട് പറഞ്ഞത് ഇന്ന് കുഞ്ഞി പൈതങ്ങളുടെ ദിവസമാണ്. അപ്പോൾ നമ്മുടെ ഓൾട്ടറിനകത്ത് എത്ര കുഞ്ഞുങ്ങൾ കയറി നിൽക്കുന്നു അവരുടെ പാരൻസ് പ്രത്യേകം ആലോചിക്കുക, പ്രത്യേകം മനസ്സിൽ കുറിച്ച് വയ്ക്കുക. അവർ ചിലപ്പോൾ ഓൾട്ടർ ബോയ്സായിട്ട് കറങ്ങി വരും, അതുപോലെ അവർ അച്ഛന്മാരാകാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്യും. എത്ര കുഞ്ഞുങ്ങളും അതിൻ്റെ മുകളിൽ കയറി എന്താ പറയണേ, അച്ഛൻ പ്രാർത്ഥിച്ചിട്ടിരുന്ന സമയത്ത് എത്ര കുഞ്ഞുങ്ങൾ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത്രയും കുഞ്ഞുങ്ങൾ ഇന്നലെ ഉണ്ണിയേശു തിരഞ്ഞെടുത്തു. അപ്പോൾ അവർ ചിലപ്പോൾ എന്നിട്ട് നമ്മൾ പാരൻസ് പ്രത്യേകിച്ച് പള്ളിയിൽ വന്ന് അവരെ പ്രാർത്ഥന കുർബാനയ്ക്ക് അവരെ എല്ലാ ദിവസവും കൊണ്ടുവന്ന് ഇപ്പോൾ ചെറിയ പ്രായമാണല്ലോ, അവർക്ക് അറിയത്തില്ല. ഇന്ന് വന്ന കുഞ്ഞുങ്ങളെല്ലാം വളരെ തീരെ കുഞ്ഞുങ്ങൾ 5 മാസം മുതലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥന ഉണ്ടായി. പിന്നെ അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ കുർബാനയ്ക്ക് എല്ലാ ദിവസവും രാവിലെ പോകുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ കുഞ്ഞുങ്ങളായ ശേഷം കുർബാനയ്ക്ക് എനിക്ക് പോകാൻ പറ്റാതെ ഒരു 1.5 വർഷം 2 വർഷത്തോളം പിള്ളേരെ കൊണ്ട് പള്ളിയിൽ പോകാനായിട്ട് വലിയ പാടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വൈകിട്ട് കുർബാനയ്ക്കാണ് പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാ ദിവസവും വൈകിട്ട് കൊണ്ടുപോയി ഈ കുർബാന പ്രത്യേകിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2 കുഞ്ഞുങ്ങളായിട്ട് വരുമ്പോഴത്തേക്കും ഒരാൾ നേരെ പുറകോട്ട് ഓടി പുറത്തേക്ക് പോകും.
അതിൻ്റെ പുറകെ മറ്റാൾ ഓടും. അതിൻ്റെ പുറകെ ഓടാൻ നമുക്കിപ്പോൾ ഉടനെ ഓടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് പ്രത്യേകം പറഞ്ഞു, അച്ഛൻ എന്നോട് ക്ഷമിക്കുക, ഞാൻ വന്ന് വാതിലിൻ്റെ അടുത്ത് വണ്ടി ഇട്ട് ഇരുന്ന് ഞാൻ കുർബാന തൽക്കാലം കാണാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു. ഓരോ ദിവസം അവരെ ആഴ്ചയിൽ ഒന്നെങ്കിലും അകത്തേക്കൊന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ എനിക്കൊരു കോൾ വന്ന കാരണമാണ്. അപ്പോൾ വളരെ വളരെ സന്തോഷമായിട്ട് ഇന്ന് കുഞ്ഞു പൈതങ്ങളെ ആലോചിച്ച് പ്രാർത്ഥിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ പള്ളിയിൽ വന്ന എല്ലാ കുഞ്ഞുങ്ങളും അല്ലാതെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. അപ്പോൾ ഇത്രയും ദൈവത്തിനോട് പറയാനുള്ള, ദൈവമേ കാത്ത് രക്ഷിക്കണേ എല്ലാ ആപത്തിൽ നിന്നും, എല്ലാ ശത്രുക്കളിൽ നിന്നും. ബിക്കോസ് ശത്രുക്കൾ ആരാന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവും എല്ലാം അവരുടെ ജീവിതത്തിൽ അങ്ങേയറ്റം വരെ അവർക്കുണ്ടാകണം. അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കി കൊടുക്കാനുള്ള കാവൽ മാലാഖമാരെയൊക്കെ നമ്മൾ വിളിച്ച് കുർബാനയ്ക്ക് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവരെല്ലാ ദിവസവും പറ്റുന്ന രീതിക്ക് ഞാൻ പള്ളിയിൽ കൊണ്ടുപോയി അവരെ ഞാൻ കുർബാന കാണിക്കാനും ഒക്കെ അവർക്കിപ്പോഴേ അത് ട്രെയിനിങ് കൊടുത്താൽ അത് ചെയ്യുക. അവർ എല്ലാ ദിവസവും അത് പോകത്തുള്ളൂ, അല്ലെങ്കിൽ വല്ലപ്പോഴും പോകുന്ന പോലെ ആകരുത്. അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയി കാണിക്കാനൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് വളരെ സന്തോഷം, സമാധാനമുണ്ട്. അപ്പോൾ വളരെ നല്ല ദിവസമായി മാറിയതിന് ദൈവത്തിനായിരം നന്ദി. ഗുഡ് നൈറ്റ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. ഓക്കെ, ബൈ.